നമ്മുടെ നാട്ടിൽ കോഴിക്കോട് തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് തുടങ്ങിയ ഒരു ബ്രാൻഡാണ് UVS എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ UVSൽ ഒരു റെക്ടിഫയർ ബോർഡ്, ഒരു ഗെയിൻ ബോർഡ്, ഇത് രണ്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട്, അതായത് കണക്ഷൻസ് ഒരുപാട് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഒരു ബോർഡിലൂടെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറവിൽ കിട്ടുന്ന ഒരു ബോർഡാണ്, ഒരു റെക്ടിഫയർ ബോർഡാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഒരു ഗെയിൻ ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റെക്ടിഫയറും ഗെയിൻ ബോർഡിനും വലിയ പ്രത്യേകത ഒന്നും മറ്റ് ഗെയിൻ ബോർഡും റെക്ടിഫയർ ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം വരുമ്പോൾ, അതായത് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 AC ഇൻപുട്ട്, അതായത് 3 ട്രാൻസ്ഫോറിന് 3 ടാപ്പിംഗ് ഇതിൽ കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യമുള്ള നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാമ്പുകൾക്ക് ആവശ്യമുള്ള ടൈപ്പ് എല്ലാവിധ DC ഔട്ട്പുട്ടും നമുക്ക് കിട്ടും, റെക്ടിഫൈഡ്, റെഗുലേറ്റഡ്. അതേപോലെ തന്നെ ഈ ഗെയിൻ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നേരിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഗെയിൻഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് LED കണക്ഷൻ, നമുക്ക് ഈ റിംഗ് ലൈറ്റോ മറ്റോ കൊടുക്കണം, അതിൻ്റെ LED കണക്ഷൻ വീന്നെടുക്കാം, വോളിയം കൺട്രോൾ ചെയ്ത് എടുക്കാം. അതായത് നമ്മളെ ടോൺ ബോർഡിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഇൻപുട്ട് സെക്ഷനിലേക്ക് കൊടുക്കുക, നമുക്കിവിടെ വോളിയം കൺട്രോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൺട്രോൾ ആവും. അതേസമയം നമ്മളിവിടെ LED കണക്ഷൻ കൊടുക്കുക, ഇവിടെ തന്നെ എടുത്തിട്ട്, അതായത് ഇത് നേരിട്ട് പാനലിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഔട്ട്പുട്ട് 2 സെക്ഷനുണ്ട്, അതായത് 2 സെക്ഷനിലുള്ള ഔട്ട്പുട്ടും എടുത്തിട്ട് നമുക്ക് വേണ്ട ബോർഡുകൾക്ക് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട്, വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ ഈ റെക്ടിഫയറും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ വരുന്നത്. ഒരു മാസം ആയി എന്ന് എൻ്റെ അഭിപ്രായം, ഒരു മാസത്തോളമായി. കാരണം എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം എൻ്റെ മകൾക്ക് സുഖമില്ലായിരുന്നു, ഒരു വളരെ ഡേഞ്ചറായ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട് ഇപ്പോൾ സർജറിക്കായിരുന്നു. അപ്പോൾ സർജറി കഴിഞ്ഞു, ഇപ്പോൾ വീട്ടിലാണ്, അതായത് വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ 3 മാസത്തോളം അവർക്ക് റെസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സർജറിയുടെ ടൈമും ആ അസുഖമുള്ള ടൈമും ആ ഒരു വല്ലാത്തൊരു പ്രഷർ, വല്ലാത്തൊരു ടെൻഷൻ ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മളെ വർക്ക്, നമ്മളെ ചാനലിൻ്റെ റീച്ച് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഡെയിലി റീൽസ് ഇടേണ്ടത്, ഷോർട്ട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇടാനുണ്ടായത്. അപ്പോൾ ഈ കാര്യം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വ്ളോഗ് ചാനലിൽ വരും. ഇതെന്തായിരുന്നു ഇത്രയും കാലത്തെ ഡിലേ, അപ്പോൾ എന്തായിരുന്നു കാര്യങ്ങൾ, എന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ചെറിയൊരു വിശദീകരണം ഞാൻ ആ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്, എന്താ വീഡിയോ ഇല്ലാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി കാണുക, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ആ വ്ളോഗിൽ വീഡിയോസിലിടാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മളെ നാട്ടിൽ, നമ്മളെ വീട്ടിൽ, നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ നമുക്കൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിൽ വരും. അതാണ് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത്, ഇത്രയും കാലം വീഡിയോസ് ഇടാൻ വൈകിയത്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്. ആ കാരണം കൊണ്ട് ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് വീഡിയോ, അതായത് ഫസ്റ്റ് വീഡിയോ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട്, ഒരുപാട് വർക്ക്, കണ്ടവാൻ ആളുകൾ, ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ക്ഷമിച്ചതിന്. കാര്യം അറിഞ്ഞതുകൊണ്ട് ഇത്രയും ക്ഷമിച്ചതിന് നന്ദിയുണ്ട്. അപ്പോൾ അത് എല്ലാം തുടങ്ങുമ്പോഴേ ഇനി കൂടുതൽ കണ്ടൻറ്റ് വരുള്ളൂ. പിന്നെ ആകെ അപ്സെറ്റായി കിടക്കുകയാണ് റൂമും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അതിന് ഒരാഴ്ചത്തെ 5 ദിവസത്തെ സമയം എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കണ്ടൻറ്റിലേക്ക് കയറി വരും, കൂടുതൽ ഡീറ്റെയിൽ ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് UVS എന്ന ബ്രാൻഡിൻ്റെ ഈ 2 ബോർഡ്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രാൻഡിൻ്റെ ഈ ബോർഡ് ആയിട്ടുള്ള വലിയൊരു വ്യത്യാസമൊന്നും ഈ ബോർഡിനും ഇല്ല. പക്ഷേ നമുക്ക് ഈ ബോർഡിൽ ചില റെക്ടിഫൈഡ് സെക്ഷൻസ് കുറവുള്ളത് ഇതിലുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ബോർഡിനെക്കാട്ടും കുറച്ച് വില കുറവുമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഗെയിൻ ബോർഡിൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതേസമയം മറ്റ് ഗെയിൻ ബോർഡ് വാങ്ങുന്ന അതേ വിലക്ക് അത്രയും ഫീച്ചേഴ്സ് നമുക്ക് കിട്ടാണ്. ആ 2 ഗുണങ്ങളാണ് ഈ 2ലും ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകത. അല്ലാതെ ഒരു ഭയങ്കരമായ അത്ഭുതമായ ബോർഡ് എന്നൊന്നും പറയാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള റെക്ടിഫയർ ആൻഡ് ഗെയിനർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം, ഇവിടെ AC ഗ്രൗണ്ട് AC എന്നുള്ളത് നമ്മുടെ മെയിൻ ഇൻപുട്ട്. അതിനകത്ത് BR3510 ഉപയോഗിക്കാം എന്നാണ് ഇവിടെ എഴുതിയുള്ളത്. അതിന് ശേഷം നമുക്കിവിടെ ഒരു 012 എന്നുള്ള ഒരു സിംഗിൾ സപ്ലൈയുടെ കണക്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജ്, അതായത് ഇപ്പോൾ ഒരു 3 ആംപിയറോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ടൈപ്പ് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു 12 വോൾട്ട് സെക്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിലേക്കുള്ള റെക്ടിഫൈഡ്, അതിലേക്കുള്ള ഡയോഡ്സാണ് ഇത്, 4 ഡയോഡ്. അപ്പോൾ അത് ഡുവൽ സപ്ലൈ അല്ല, സിംഗിൾ സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ റെക്ടിഫയർ കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്, അതായത് ഫിൽറ്റർ കപ്പാസിറ്റർ. അപ്പോൾ ഈ ഫിൽറ്റർ കപ്പാസിറ്റർ മാറ്റി നമുക്ക് വേണ്ട ലോഡിനനുസരിച്ച വാല്യൂ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 12012 എന്നുള്ളത് ഒരു 1 ആംപിയറോളം കിട്ടുന്ന സപ്ലൈ ആണ്. അതായത് 1 ആംപിയറോളം ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാം. അതിലൂടെ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഡുവൽ സപ്ലൈ കിട്ടും. അതിൻ്റെ ഡുവൽ സപ്ലൈയുടെ ഔട്ട്പുട്ടായിട്ട് +12 -12 അങ്ങനെയുള്ള ഗ്രൗണ്ട് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. അതേസമയം ഇവിടെ 5 വോൾട്ടിൽ നിന്നുള്ള റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് അത് വേറെ നമുക്ക് USB പാനൽ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പ്രത്യേകത മാത്രമാണ് ഉള്ളത്. 12 വോൾട്ട് ആംപിയർ കൂടിയതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇത് 12 വോൾട്ട് ഡുവൽ സപ്ലൈ 1 ആംപിയറോളം ഉള്ളത്,
5 വോൾട്ട് ആൻഡ് ഗ്രൗണ്ട് +-0 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫിൽറ്റർ, അതായത് സബ് വൂഫർ ഫിൽറ്ററോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഔട്ട്പുട്ടാണ് -+18. -18 അപ്പോൾ അതിൻ്റെ പ്ലസ് ആൻഡ് ഗ്രൗണ്ട് മൈനസ് ആണ് ഈ കാണുന്ന ഔട്ട്പുട്ട്. അത് നമുക്ക് സബ് വൂഫർ ഫിൽറ്ററും മറ്റോ ഉണ്ടെങ്കിൽ കൊടുക്കാം. നമുക്ക് മെയിൻ ആംപ്ലിഫയർ സബ് വൂഫറോ ചാനൽ ആമ്പോ ഏതാണോ വെച്ചാൽ അതിലേക്ക് കണക്ട് ചെയ്യാം. നേരിട്ട് നമുക്ക് DC ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയും കണക്ഷൻസ് ഇതിൽ ഒഴിവായി കിട്ടും. ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റ് ബോർഡുകളുള്ളത്, പക്ഷേ കുറച്ചും കൂടെ അധികം കണക്ഷൻസ് നമുക്ക് ലാഭിക്കാം. പിന്നെ ഇതിനകത്ത് 10,000 മൈക്രോഫാരഡ് ഇതുപോലുള്ള കപ്പാസിറ്റർ കറക്റ്റായിട്ട് ആഡ് ആവും. അത് ഒരുവിധം എല്ലാത്തിലും ആഡ് ആവും. ചിലതിൽ 4700 എന്നുള്ള ആ കപ്പാസിറ്റർ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ കപ്പാസിറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ വർക്കാവും. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് ഒരുപാട് റെക്ടിഫയറുകളും ഒരുപാട് വയറിംഗ് കണക്ഷനും ഒഴിവാക്കാം ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. മറ്റ് ബോർഡുകളെക്കാട്ടും ഈ UVS എന്ന ബ്രാൻഡിന് വില കുറച്ച് കുറവാണ്. അതേപോലെ ഇതിനകത്ത് നോക്കിയാൽ സാധാ ഒരു ഗെയിൻ ബോർഡാണ്. TL072 എന്നുള്ള ഓപ്പൺ ഉപയോഗിച്ചുള്ള ഗെയിൻ ബോർഡാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഒരു LED ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ LED കണക്ഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനില്ല, നമ്മുടെ വോളിയം കൺട്രോൾ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ LED കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ചെറിയ സ്ട്രിപ്പോ മറ്റോ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് റിംഗ് ലൈറ്റ് കണക്ട് ചെയ്യാം വോളിയം കൺട്രോളിന്. ഇൻപുട്ട് ഇവിടെ കൊടുക്കാം. ആ ഇൻപുട്ട് തന്നെ നമുക്ക് ഇപ്പോൾ സബ് വൂഫർ ഫിൽറ്ററിന് വേണ്ട ഔട്ട്പുട്ട് ഇവിടെ തന്നെ എടുക്കാം. അപ്പോൾ അതിനുള്ള 2 പ്രിന്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട്പുട്ട് 2 ഉണ്ട്. അതായത് 4 ചാനലിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. +-0 എന്നുള്ള റെഗുലേറ്റഡ് 12 വോൾട്ട് നമുക്ക് ഇപ്പോൾ ഈ ബോർഡിൽ കിട്ടാണ്ട്. അപ്പോൾ ആ ബോർഡിൽ ആ 12 വോൾട്ട് +-0 എന്നുള്ള ആ ഒരു ഡുവൽ സപ്ലൈയിൽ കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്. ഇത് നേരിട്ട് ഈ പാനലിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വോളിയം കൺട്രോൾ ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്തതിന് ശേഷം നേരിട്ടിട്ട് പാനലിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള 2 ബോർഡുകളാണ് ഈ കുറേ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് നമ്മളെ ഇലക്ട്രോടെക് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കിട്ടുക. കോഴിക്കോട് ഇലക്ട്രോടെക് ബിനീഷിൻ്റെ ഷോപ്പ് നമ്മൾ മുമ്പ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഷോപ്പ് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ അവിടെ വെച്ച് വാങ്ങിക്കിട്ടും. അവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയായാലും പുറത്ത് എവിടെയായാലും കൊറിയർ ചെയ്ത് തരും. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിലാണ്.